തിളച്ചിട്ട് ഈ ലൈറ്റ് മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം മോനെ. അതെ, അല്ലാതെ നിനക്ക് റീഡിംഗ് ലൈറ്റ് ആയിട്ട് വൈറ്റ് യൂസ് ചെയ്യാം. ഇത് തുറക്കാം, അപ്പോഴേ ശരിക്കും വെളിച്ചം വരുള്ളൂ. എവിടെ ഇருக்கு? ബാംഗ്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ. ഉരുളക്കിഴങ്ങ്, സവാള, ഉള്ളി, ഒനിയൻ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഇത് കുക്കിംഗ് ഇതൊരു കറുത്ത 4-5 ദിവസം കൊണ്ട് ഓടി എത്തിയത് കൊണ്ടാണ്. എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാല് രാജസ്ഥാനിൽ നിന്ന് വന്ന വണ്ടിയാണ്. അപ്പൊ ഇത് കണ്ടാ എന്താ നമ്മുടെ ഫുഡ് റെഡി അല്ലേ? നമുക്ക് തിന്നാനുള്ള പണിയല്ലേ ഉള്ളൂ. കിടിലൻ ചിക്കൻ കറി, ചോറും. എല്ലാവർക്കും നമസ്കാരം. നമ്മൾ നമ്മുടെ റോഡിലെ രാജാക്കന്മാർ സീരീസിൽ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങളിപ്പോൾ ഉള്ളത് എവിടെയെന്ന് ചോദിച്ചാൽ തമിഴ്നാട്ടിലെ പെരുന്തുറയിലാട്ടോ. ഒരു ചെറിയ യാത്രാ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. ഞങ്ങൾ എങ്ങോട്ടാ പോകണമെന്ന് ചോദിച്ചാൽ എങ്ങോട്ടാ മോനെ? ഞങ്ങൾ വീണ്ടും ബാംഗ്ലൂരിലേക്ക് പോവുകയാണ്. അതെ, ഒരു കൊച്ചി യാത്ര. അതെ, നമ്മൾ പോണ വണ്ടി നമ്മുടെ റോഡ് ലിങ്ക്സ് അല്ലേ? ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിലാണ് മച്ചന്മാരെ നമ്മൾ പോണത്. അത് നമ്മുടെ തൊട്ടുപുറത്തായിട്ട് ജയസാറിന്റെ വണ്ടിയുണ്ട്. സത്ലജ് ബോഡിയല്ലേ വണ്ടി? സത്ലജ് ബോഡിയാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നേരം 2 മണി കഴിഞ്ഞിട്ടുണ്ട്. ഉറക്കച്ചടപ്പിന്റെ ഇടയിൽ എണീച്ചിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതെ, നമ്മുടെ ചേട്ടൻ പോകാൻ വേണ്ടി തിരക്ക് കൂട്ടുന്നുണ്ട്. നമ്മുടെ തൊട്ടപ്പുറത്ത് ബാർബൻസിന്റെ ഒരു ഗ്ലൈഡും ഉണ്ട് കേട്ടോ. അതെ, മച്ചന്മാരെ നട്ടപ്പാതിരക്ക് രാത്രി പുലർച്ചെ 2-2:30 എടുക്കുന്ന ഒരു ഇൻട്രോ ആണ്. 2:30 ഇൻട്രോ എടുക്കുന്നത് പെരുന്തുറയിലാണ്. കണ്ടില്ലേ, നമ്മൾ ആൾറെഡി റിവ്യൂ എടുത്തൊരു വണ്ടിയാണ്. ഇതിന്റെ എന്താ പറയുക, ഒരു ട്രാവൽ വീഡിയോ ആണ്, ട്രാവൽ എക്സ്പീരിയൻസ് ആണ്. ട്രാവലേറ്ററാണ് ഇത്ര നേരം വണ്ടി ഓടിച്ചിട്ടുണ്ടായത്. അതെ, ഇവിടെ പെരുന്തുറയിൽ വെച്ചിട്ടാണ് ഡ്രൈവർ ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഹീറോ വരുന്നത്. നമ്മള് ബാക്കി കാര്യങ്ങൾ വഴിയെ പറയാം. നമുക്ക് എന്താ പറയുക, ഓൾറെഡി പറഞ്ഞു നേരെ 2 മണി കഴിഞ്ഞു. അപ്പൊ അതിൻ്റെ ഉറക്കച്ചടപ്പുണ്ട്. എന്നാലും നമ്മൾ ഇനി അങ്ങോട്ടുള്ളത് ഭംഗിയാക്കാൻ വിചാരിക്കുന്നു. അപ്പൊ നമ്മളിത് പെരുന്തുറയിൽ നിന്ന് വണ്ടി എടുത്തിട്ട് ബാംഗ്ലൂർ ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ മാർട്ടിൻ ചേട്ടനുണ്ട്, തൊട്ടുപുറത്തായിട്ട് രാപ്പിലേട്ടുണ്ട്, നമ്മുടെ നിലവിലുണ്ട്. ഞങ്ങള് ബാംഗ്ലൂർ പോവാണ്. അപ്പൊ നിങ്ങൾ വിചാരിക്കാം അവിടെ വല്ല ചിന്നകേട് സെറ്റപ്പ് ഉണ്ട്, ആഴ്ചയിൽ പോകണ്ടല്ലോ. പറഞ്ഞ വേറെ ആവശ്യത്തിന് വേണ്ടി പോവുകയാണ്. അതെ, അപ്പൊ നമ്മൾ വീണ്ടും ലൈലാൻഡിലെത്തിരിക്കുകയാണ്. അതെ, നമ്മുടെ ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിന്റെ പുത്തൻ വണ്ടി അല്ലേ? അതിലാണ് നമ്മുടെ ഇന്നത്തെ യാത്ര. നമ്മൾ കഴിഞ്ഞ ദിവസം പോലും ഈ വണ്ടി നമ്മൾ കണ്ടായിരുന്നു. എവിടെ വെച്ചിട്ട്? പെരുന്തുറയിൽ വെച്ചിട്ട്. ഇന്ന് പെരുന്തുറയിലാണ് നമ്മുടെ ഇൻട്രോയും. ദിവസം പറഞ്ഞാൽ 1.5 ആഴ്ച മുന്നേ. അതെ, നമ്മള് വണ്ണസിന്റെ വീഡിയോയില്. പക്ഷെ അത് ഈ വണ്ടിയല്ല, രണ്ട് കാണാൻ ഒരുപോലെയാണെങ്കിൽ നമ്മുടെ രാഹുലേട്ടനാണ്. അതെ, രാഹുലേട്ടനാണ് നമ്മളെ കഴിഞ്ഞ റോഡ് ലിങ്ക്സ്, അതായത് അതെ റിവ്യൂല് നിറഞ്ഞിരുന്നത് രാഹുലേട്ടനായിരുന്നു. ലൈലാൻഡ് പൊളിക്കല്ലേ നമ്മള്? പിന്നെ ലൈലാൻഡ് അടിപൊളിയല്ലേ? ഇങ്ങോട്ട് വന്ന് അറിഞ്ഞല്ലോ, നിങ്ങൾ തന്നെ സുഖമായിട്ട് ഇറങ്ങി. നമ്മള് ശരിക്കും പറഞ്ഞാൽ 11:30 വരെ ഇവിടെ സംസാരിച്ചിരിക്കുന്നു. ഇപ്പൊ 2:30 പെരുന്തുറയിലെത്തി. കൊടുത്തിട്ട് വണ്ടി വിട്ടു. ഇവിടുന്ന് പെരുന്തുറയിൽ വെച്ചിട്ടാണ് ഡ്രൈവർ ചേഞ്ചും ബാത്റൂം പോക്കും എല്ലാ പരിപാടിയും. എല്ലാവരും വിളിക്കും, ബാത്റൂം പോകുന്നവരൊക്കെ വിളിക്കും. അല്ലേ, ഒരു 90% എല്ലാ ബസ്സുകളും ഇവിടുന്ന് വെച്ചിട്ടാണല്ലോ ഇവിടെ എല്ലാവരും അവിടെ കൊടുക്കുന്നത്. പിന്നെ നിങ്ങൾ ഇങ്ങനെ കിടന്നുറങ്ങും. എന്റെ ഡ്യൂട്ടി തീർന്നു, എനിക്ക് കിടന്ന് ഉറങ്ങാം. ഇല്ലെങ്കിൽ വേണമെങ്കിൽ നേരം വേണമെങ്കിൽ ഇവിടെ ഇരിക്കാം. ഇവിടെ ചില്ല് ചെയ്തിട്ടൊക്കെ പോവാം. ഒരാൾ മടുക്കുവാണെങ്കിൽ ഇനി ഒന്നുകൂടെ കയറി വേണം ഓടിക്കാം. ഒരാൾ മടുക്കുവാണെങ്കിൽ അങ്ങനൊന്നുമില്ല. നമ്മള് ഡ്യൂട്ടി തീർന്നു പറഞ്ഞ് കിടക്കൊന്നുമില്ല. ഒരാൾ മടുത്തെങ്കിൽ അടുത്ത് വന്നാൽ കയറും. നമുക്ക് ഓവർടേക്ക് ചെയ്ത് പോകണം. മാർട്ടിൻ ചേട്ടൻ കണ്ടെയ്നറിനൊക്കെ ഓവർടേക്ക് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയ്ക്ക് ഒരു ദിവസം വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫുള്ള് ലേഡീസിലെ. ഒരു ദിവസം ഫുള്ള് ലേഡീസ്, വണ്ടി ഫുള്ള് ബുക്ക്, ഫുള്ള് ലേഡീസ്. ഒരു ചാട്ടിന് നിറം തന്നെ പിങ്ക് നിറമായിരുന്നു. ലേഡീസ് ഉള്ളി പിങ്ക്. നോക്കുമ്പോ കളർ ചേഞ്ച് ഉണ്ടാവല്ലേ? ഓ, അത് ശരി. അതായത് ചുരുങ്ങിയ സമയം കൊണ്ട് ഫുള്ള് ലേഡീസ് കാരണം തന്നെ അത്ര ട്രസ്റ്റഡ് ആയെന്നാണ്. ഒരു വിശ്വസ്തതയുടെ ലക്ഷണമാണ്. ഏറ്റവും നല്ല സർവീസ് കൊടുക്കാന്നുള്ളത്. അതെ, നമ്മുടെ ടൈമിങ് കാര്യങ്ങളൊന്നും കൂടി പറഞ്ഞു കൊടുക്കുക. എപ്പോഴാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇപ്പം കാഞ്ഞിരപ്പള്ളിയിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് 5:50 സ്റ്റാർട്ട് ചെയ്യും. 5:50 PM. രാവിലെ മടിവാളം ചെല്ലുന്നത് 7:05. മടിവാളം ചെല്ലും. രാവിലെ 7:05. അതായത് അവിടുന്ന് കാഞ്ഞിരപ്പള്ളി നോർമലി ടൈമാണ്. വഴി അങ്ങനെ വരും. എന്തോ കാഞ്ഞിരപ്പള്ളിയിൽ നിന്ന് എടുത്തിട്ട് നമ്മുടെ കാഞ്ഞിരപ്പള്ളി നേരെ കോട്ടയം,
കോട്ടയത്ത് നിന്ന് നേരെ ഏറ്റുമാനൂര്, ഏറ്റുമാനൂരിൽ നിന്ന് കുറുപ്പന്തറ വഴി തൃപ്പൂണിത്തറ, എറണാകുളം, എറണാകുളത്ത് നിന്ന് നേരെ അങ്കമാലി, തൃശ്ശൂര്, ചാലക്കുടി, അങ്ങനെ വന്ന്. അല്ല, ബാംഗ്ലൂരിൽ നിന്ന് 6 മണിക്കോ? ബാംഗ്ലൂരിൽ നിന്ന് നേരെ മജസ്റ്റിക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് 6 മണിക്ക്. 6 മണിക്ക്. 6:50 സ്റ്റാർട്ട് ചെയ്യുന്നത്. 6:50 അതായത് കേരളത്തിൽ നിന്ന് 5:50, ഇവിടുന്ന് 6:50. നമുക്ക് എന്തായാലും 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ചേട്ടൻ ഇത്രയും നേരം വണ്ടി ഓടിച്ച് ക്ഷീണിതനാണ്. പുള്ളിനെ പിടിച്ചിരുത്തതിൽ നമുക്ക് എന്താ പറയാ ലിമിറ്റേഷൻ ഉണ്ട്. നമ്മളൊരു പരിധി വരെ മാത്രമല്ല ലൈറ്റ് ഇട്ടിട്ട് ഒരുപാട് നേരം വണ്ടി ഓടിക്കാൻ നടക്കില്ല. അകത്ത് ലൈറ്റിട്ട് വണ്ടി ഓടിക്കാൻ ഭയങ്കര പ്രയാസമായിരിക്കും. ക്ലീനർ ഒരാളും കൂടി ഉണ്ട്. അപ്പൊ പുള്ളി ഇപ്പൊ തൽക്കാലം ഉറക്കത്തിലാണ്. പുള്ളിക്ക് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പണിയാവില്ല. അപ്പൊ പുള്ളി ഉറക്കത്തിലാണ്. അപ്പൊ ചേട്ടൻ പോയി ഉറക്കട്ടെ. ഭവാനി നദി അല്ലേ? ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മളിത് ഏറെക്കുറെ ബാംഗ്ലൂർ എത്തിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞു. അപ്പോൾ നിങ്ങളിത് തൊട്ടപ്പുറത്തെ റൂമല്ല തൊട്ടപ്പുറത്തെ ബർത്തിലുണ്ട്. മനെ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഈ ലൈറ്റ് ശരിക്കും പറഞ്ഞാൽ നല്ല യൂസ്ഫുൾ ആട്ടോ. കാരണം മറ്റു ബർത്തിലൊന്നും ശല്യമാവാത്ത രീതിയിൽ നമുക്ക് സെപ്പറേറ്റ് യൂസ് ചെയ്യാവുന്ന രീതിയിലാണ്. കണ്ടില്ലേ? ഇനി അതല്ല മറ്റേ ആംബിയൻ ലൈറ്റ്, സ്ലീപ്പിംഗ് ലൈറ്റ് ആയിട്ടുണ്ട്. ഇതുണ്ടല്ലേ? ഇത് ഓഫാക്കിയിട്ട് ഈ ലൈറ്റ് മാത്രം വേണമെങ്കിൽ യൂസ് ചെയ്യാം. അമ്മനെ അതെ, അല്ലാന്നുണ്ടെങ്കിൽ റീഡിംഗ് ലൈറ്റ് ആയിട്ട് വൈറ്റ് യൂസ് ചെയ്യാം. ഇത് തുറക്കാം, അപ്പോഴേ ശരിക്കും വെളിച്ചം വരുള്ളൂ. എപ്പോഴേ ഇറക്ക് ബാംഗ്ലൂരിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയല്ലേ? അപ്പടിയേ ഇருக்கு ബാംഗ്ലൂർ. മാറ്റൊന്നുമില്ല. എങ്ങനെയായിരുന്നു ഉറക്കം? ഉഷാറായി ഇറങ്ങി. ഞാൻ പിന്നെ ഇടയ്ക്ക്, അത് ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഉറങ്ങാൻ വേണ്ടി വന്നതല്ലല്ലോ. അതെ, ഞങ്ങൾ 2:30 ആയിട്ടാണ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതെ, ഒരു 4 മണി വരെ ക്യാബിൽ ചെയ്തു. ഇപ്പോൾ ഒന്ന് കിടന്നു. ഇപ്പോൾ 6:15 അതെ. ഇനിയിപ്പോൾ എന്തായാലും കുറച്ച് വിശ്വസിച്ച് കൂടി എടുക്കണം. അപ്പോൾ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആണ് കേട്ടോ. അതെ, കംഫർട്ടബിൾ ജേണിയാണ്. പിന്നെ നമ്മുടെ ചേട്ടന്മാരും അടിപൊളിയാണ്, പക്കയാണ് എല്ലാവരും അല്ലേ? അതെ. അപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ക്യാബിലേക്ക് പോകാം. അപ്പോൾ നമ്മളിത് ബാംഗ്ലൂർ അത്തിപ്പള്ളി എത്തിയില്ല അല്ലേ? റുക്മയുടെ വണ്ടികളൊക്കെ എക്സാണ്ടി. ഇനി എന്താ വെച്ചാൽ ഇഷ്ടംപോലെ നൈറ്റ് സർവീസ് വണ്ടികളല്ലേ? അല്ലെങ്കിൽ എല്ലാവരും പല ഏരിയയിൽ നിന്ന് വരുന്ന വണ്ടികളെങ്കിൽ ഒരുമിച്ച് അങ്ങനെ കയറും ടൗണിക്ക്. അതെ, ഒരു വരിയായിട്ട് അങ്ങനെ കയറും. ഈ ഒരു 7-7 സമയത്ത് ഇഷ്ടംപോലെ വണ്ടികളാണ് ബാംഗ്ലൂർ എത്താനുള്ളത്. ഏതൊക്കെ ടൈമിൽ അവിടെ നിന്ന് പുറപ്പെട്ട് കഴിഞ്ഞാലും ഏകദേശം ഈ ടൈമിലൊക്കെയാണ് ബാംഗ്ലൂർ എൻ്റർ ചെയ്യുക. പിന്നെ വേറെ കാര്യം, നമ്മൾ വരുമ്പോഴേക്കും 1 3 വണ്ടികൾ അവിടെ സൈഡിൽ പാർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. ബാക്കിയല്ല, പമ്പിൽ കണ്ടിട്ടുണ്ടായിരുന്നു 3 വണ്ടി. പിന്നെ ചെറിയൊരു മഴയും കൂടെ ഉണ്ട്. ചാർമഴ നമ്മുടെ മാർക്കറ്റിലായിട്ട് ഓടിച്ചുകൊണ്ടിരിക്കുകയാണ്. ജയിലാൻ്റെ 2 പുത്തൻ ചേസ് ഉണ്ടല്ലോ. പ്രകാശ് പോണ വാക്കാവല്ലേ ഇവരെ? ആ പോണു 2 അല്ലല്ലോ, 1 2 3 ചേസുകളുണ്ട്. ചേട്ടൻ അറിയണ ടീമാ. ഹായ് ഒക്കെ തരണ്ടല്ലോ. ഏതാ ആ ചേസിലുള്ള ആൾക്കാര്? ചേസിലുള്ള ആൾക്കാരെ ഹായ് ഒക്കെ തരണ്ടല്ലോ. അത് ഹായ് 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 തോന്നിയതാണ്. കേറണ്ടെന്ന് പറഞ്ഞു. ഇത് പറഞ്ഞു. ഇത് 12 മീറ്റർ ആണോടാ? അല്ല, പോണ അടുത്ത ഓടിക്കാം.
ഇഷ്ടം പോലെ ഉണ്ടല്ലോ. 3 പീസല്ലേ? ഈ ചേസ് കൊണ്ട് പറഞ്ഞാൽ ചില്ലറ പണിയല്ല. അത് ബോഡി ഇല്ല, സ്ട്രക്ചറും കൊണ്ടല്ല പോകും. പ്രകാശിക്കാണോ ദാമോദരക്കാണോ എങ്ങനെയാണെന്ന് അറിയില്ലല്ലേ? അതെ, അവിടെ അത് 2-3 ഡെലിവറിക്ക് കൊണ്ട് വേണമെങ്കിൽ. തെറ്റുപറ്റി. ഇത് ഡെലിവറിക്കുള്ള വണ്ടികളാണ്. അത് ഡെലിവറിക്കില്ല, ടെമ്പററി ഒന്നും ഇല്ല. അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് നമ്മുടെ വണ്ടി ഹൈലൈറ്റ് റോഡ് ലിങ്ക്സിന്റെ വണ്ടി നമ്മുടെ മജസ്റ്റിക്കിലുള്ള മെട്രോയുടെ പാർക്കിങ്ങിലാണ് നിർത്തുന്നത് അല്ലേ നമ്മളെ? അതെ, മെട്രോന്റെ പാർക്കിംഗ് തൊട്ടപ്പുറത്ത്. ഇതാണ് തൊട്ടപ്പുറത്ത് മെട്രോ പാഞ്ഞു പോണുണ്ട്. അതെ, നമുക്ക് ഇനി വേറെ സ്ഥലം വരെ പോകണ്ട, അപ്പോൾ മെട്രോ തന്നെ നമുക്ക് കയറി പോവുകയും ചെയ്യാം. അതെ, അപ്പോൾ ഇങ്ങനത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് വെറൈറ്റി പരിപാടിയാണ്. നമ്മളെടുത്ത് പച്ചക്കറിയും കുറച്ച് ചിക്കനൊക്കെ വാങ്ങാൻ പോകും. അതെ, അതൊക്കെ വാങ്ങി വന്നതിന് ശേഷം ഒരു സൈഡിൽ കുക്കിംഗ്, വേറെ സൈഡിൽ വണ്ടി ക്ലീനിങ്. അതെ, ഇവരെന്താണോ ചെയ്യുന്നത് അതിൽ നമ്മളും ജോയിൻ ചെയ്യുന്നു. അതെ, അപ്പോൾ ഒരുപാട് പേർക്കുള്ള പരാതി അല്ലേന്നോ. ഒരു എന്താ കഴിഞ്ഞ ദിവസം നമ്മൾ ഫേസ്ബുക്കിൽ വീഡിയോ ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇങ്ങനെ കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ലോറി ജീവിതം ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഞങ്ങൾക്ക് സത്യസന്ധമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും, നമുക്ക് ബസ് ആയിക്കോട്ടെ ലോറി ആയിക്കോട്ടെ, എല്ലാവരോടും ബഹുമാനം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇന്നിപ്പോൾ ബസ്സിൻ്റെ ലൈഫ്, നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെങ്കിൽ പോലും ലോറി ഡ്രൈവർമാരെയോ ലോറി ജീവിതത്തെയോ നെഗറ്റീവായിട്ട് പരാമർശിച്ചിട്ടില്ല. അപ്പോൾ അത് എന്തുകൊണ്ടാണ് അങ്ങനെ? നമ്മൾ കണ്ണുകൊണ്ട് കാണണമല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അവിടെ അങ്ങനെ കണ്ടു, നമ്മൾ ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞു. എന്നാലും അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്കിംഗ് ആണ്. അതെ, അപ്പോൾ നമ്മുടെ വണ്ടിയിലേക്ക് നോക്കിയാൽ തന്നെ അറിയാം. അപ്പോൾ രാത്രി മൊത്തം ഓവർനൈറ്റ് ഓടി വന്നാണ്, ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ ചെറിയ ചളി കാര്യങ്ങളുണ്ട്. പക്ഷേ തൊട്ടിപ്പുറത്തെ വണ്ടിയിലേക്ക് നോക്കുമ്പോൾ ഇത്രത്തോളം ചളി അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇതുമ്പോൾ ഒന്നുമില്ല. അതെ, വണ്ടി കഴുകല്ലേന്ന് എനിക്കൊരു സംശയമില്ലാതില്ല. അത് നമ്മൾ നോക്കേണ്ട കാര്യമില്ല. തൊട്ടപ്പുറത്ത് RKK ട്രാവൽസിൻ്റെ ഒരു വണ്ടി കൊണ്ടുണ്ട്, വോൾവോ ആണ്. അത് വണ്ടി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. മാസന്മാർ ഇനിയുള്ള പരിപാടി എന്ന് പറഞ്ഞപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുക്കിംഗ് ഉണ്ട്, വാഷിംഗ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ചിക്കൻ വാങ്ങാൻ പോകണം, അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട്. നമുക്ക് വണ്ടീനുള്ളിൽ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ കാണുന്നതാണ് സ്ഥിരം കാണുന്ന സംഭവം തന്നെയാണ്. എന്നാലും ഒരു വെറൈറ്റി ആയിക്കോട്ടെ. അതായത് ഇപ്പോഴത്തെ അവസ്ഥ, അതായത് ഇപ്പോൾ ട്രിപ്പ് കഴിഞ്ഞ് വരുമ്പോൾ ഒത്തിരി ക്ലീൻ ചെയ്യാനുണ്ടാവും. അതൊക്കെ ഇഷ്ടം നമ്മൾ കാണിച്ചാൽ നമ്മുടെ മാർട്ടിൻ ചേട്ടൻ്റെ ഒരു കോളിലാണ്. അവിടെ നമ്മുടെ ക്ലീനർ ചേട്ടനുണ്ട്, പിന്നെ അതേപോലെ മാർട്ടിൻ ചേട്ടനുണ്ട്, വലിയ തിരക്കിലാണ്. രാവിലെ ഉണ്ട്. അപ്പോൾ ഉള്ളിലേക്ക് കയറില്ല മനെ, ഉള്ളിലേക്ക് പോയി നോക്കാം. അലങ്കോലപ്പെട്ട് കിടക്കുന്ന, അഡ്വാൻസ് ആയിട്ട് പറയാം, അലങ്കോലപ്പെട്ട് കിടക്കുകയാണ്. അതെ, ഇങ്ങനെയാണ്. ട്രിപ്പ് കഴിഞ്ഞു വന്നതാണ്. നമ്മളൊന്നും, അതായത് ചേട്ടന്മാര് വൃത്തിയാക്കിയിട്ടില്ല, പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അരിയല്ല മനത്, അരിയും പച്ചക്കറിയൊക്കെയാണ്. അതെ, അരി തരില്ലേ, ഉച്ചയ്ക്ക് ചോറ് വെക്കാനുള്ള അരി. ഉച്ചക്കല്ല, നമ്മൾ ചോറ് വെപ്പ് ഇപ്പൊ തുടങ്ങുന്ന പറഞ്ഞ്. ഉള്ളി കാര്യങ്ങളുണ്ട്, ഇനി ചിക്കൻ കാര്യങ്ങൾ മേടിക്കണം. രാവിലേട്ടാ ഉറക്കക്ഷീണുണ്ട് രാവിലേട്ടന്. അപ്പോൾ ഉള്ളിലേക്ക് വരുമ്പോൾ നമ്മൾ ആൾറെഡി പറഞ്ഞു ട്രിപ്പ് കഴിഞ്ഞു വന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു അലങ്കോലം ഉണ്ടായിരിക്കും. ഇതുണ്ടല്ലേ, ബർത്ത് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ട്, അതായത് ബെഡ്ഷീറ്റ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയല്ല, ഇവരെല്ലാം നീറ്റായിട്ട് ഫുള്ള് അടുക്കി വെച്ചിരിക്കുകയായിരിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ബെഡ്ഷീറ്റൊക്കെ ഫുൾ അലങ്കോലമായിട്ട് ഈ ബർത്ത് നല്ല യൂസ് ചെയ്ത്. ഇതായിരിക്കും ശരിക്കും ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള അവസ്ഥ, ഇതായിരിക്കും ട്രിപ്പ് എൻഡ് ചെയ്യുമ്പോഴുള്ള അവസ്ഥ. ദാറ്റ് ഈസ് ദ ഡിഫറൻസ്. അതെ, വേറെ സംഭവം, നമ്മുടെ ഒരു സ്നാക്സ് ബോക്സ് കൊടുക്കുന്നുണ്ട്. അതെ, ആ സ്നാക്സ് ബോക്സിൽ ഇതാണ് വെറ്റ് ടിഷ്യൂ നിർബന്ധമാണ്. ഞാൻ നേരത്തെ ഇങ്ങനെ ഇറങ്ങിപ്പോയപ്പോൾ ചേച്ചി ഇങ്ങനെ തുടക്കണം. അപ്പോൾ എന്താ വിചാരിച്ചു ഞാൻ ആദ്യം, പിന്നെയാണ് ഞാൻ ചേച്ചി ഉണ്ടെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ചേച്ചി ഉണ്ടെന്ന് വിചാരിച്ചു. ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, പിന്നെ ഒരു കേക്ക് ഉണ്ട് കേട്ടോ. മറ്റേ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സാധനം. പിന്നെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ചെറിയൊരു മിഠായി ഉണ്ട്, QR കോഡ്. അപ്പോൾ ഇത്രയാണ് അതിൽ വരുന്നത്. പിന്നെ അവരുടെ ബോട്ടിൽ കണ്ടില്ലേ, ബോട്ടിൽ ഞാൻ അവിടെ നിന്ന് പുതിയ ബോട്ടിൽ ഇതന്നെ എടുത്ത് കാണിച്ചോ. ഒരു വാട്ടർ ബോട്ടിൽ, വണ്ടിയോട് കൂടിയിട്ടില്ല ഒരു ബോട്ടിൽ. അതെ, കോംപ്ലിമെൻ്ററി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻറ്റീരിയറിലെ അവസ്ഥ. പിന്നെ നമ്മൾ ആൾറെഡി റിവ്യൂ കാര്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനകത്തുണ്ടാവും. ഇതൊരു ട്രാവൽ വീഡിയോ ആണ്. അപ്പോൾ ഇന്നലെയും വണ്ടി ആൾമോസ്റ്റ് ഫുള്ളായിരുന്നു. 95% ബർത്ത് ഓക്കെ. നമ്മൾ ഇവിടെ ആയിരുന്നു കേട്ടോ. നമ്മുടെ ബാങ്ക് കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഇവിടെ ഉണ്ട്, കണ്ടില്ലേ. ഇതാണ് ഒരു ഓവറാൾ അവസ്ഥ. പിന്നെ നമ്മൾ ആൾറെഡി പറഞ്ഞ ആ ഒരു ലൈറ്റ് നല്ല യൂസ്ഫുൾ ആട്ടോ, അല്ലേ നമ്മളെ? അതെ, വേറെ സംഭവം കൂടി. ഇനിയിപ്പോൾ ഈ കോലത്തിൽ കണ്ടില്ലേ, ഇത് ഈ പോകാൻ നേരത്തെ ഇങ്ങനെ കാണാം. ബിഫോർ ആൻഡ് ആഫ്റ്റർ, ബിഫോർ ആഫ്റ്റർ എടുക്കണം. അതിനെ ഒരു കാര്യം ഡീലാക്കി തരും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ആഫ്റ്റർ കൂടി എടുത്തിട്ട് വൈൻഡപ്പ് ചെയ്യാം, പറയേ വൈകുന്നേരം ആവും അങ്ങനെയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ചെറിയൊരു പർച്ചേസിങ്ങുമായിട്ട് ഇറങ്ങിയതായിരുന്നു. അതായത് നമ്മുടെ വണ്ടി പാർക്ക് ചെയ്തതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ആയിട്ട് ചിക്കൻ, പിന്നെ കുറച്ച് പച്ചക്കറി ഐറ്റംസ് ഒക്കെ വാങ്ങാൻ വേണ്ടി ഇറങ്ങിയത്, അല്ലേ നമ്മളെ? നമ്മളെന്തറിയോ,
വണ്ടി ലൈഫ് അല്ലേ, വണ്ടി ലൈഫിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്തും ചെയ്യും. നമ്മുടെ ചേട്ടനവിടെ ചേട്ടനവിടെ മാർട്ടിൻ ചേട്ടനവിടെ ഇവിടെയൊക്കെ നോക്കി കണ്ട് ക്രോസ് ചെയ്തില്ലേ പണി പാടും പച്ചമാരെ. ചേട്ടൻ പറഞ്ഞ കാലിൻ്റെ ഇടയ്ക്കൂടെ ഒരു അടി പോകും. അപ്പോൾ മാർട്ടിൻ ചേട്ടൻ ഇത് വെളിച്ചെണ്ണ തപ്പി ഇറങ്ങിയതാണ്. നമ്മൾ ആൾറെഡി ചിക്കൻ മേടിച്ചു, ചിക്കൻ വാങ്ങി, പച്ചക്കറി വാങ്ങി, പിന്നെ കിലോക്ക് എത്ര 130 ഉള്ളൂ. 130 അതെ 130 ചിക്കൻ കിലോക്ക് വില. പിന്നെ പച്ചക്കറി, തക്കാളി, അങ്ങനത്തെ കുറച്ച് ഐറ്റംസ്, തക്കാളി, മുളക്, അങ്ങനത്തെ ഐറ്റംസ്, പിന്നെ കുറച്ച് മസാല ഐറ്റംസ് ഒക്കെ മേടിച്ചു. ഇപ്പോൾ ഇവിടുന്ന് വെളിച്ചെണ്ണ മേടിച്ചു. ഇനി എന്താ പ്ലാൻ? ഇനി നേരെ പോവാ കുക്ക് ചെയ്യാം. എല്ലാം കിട്ടിയോ? പോയാൽ മതി സകല ഐറ്റംസ്. അപ്പോൾ ഇതൊക്കെ ചേട്ടൻ സ്ഥിരമുള്ള, അതായത് സ്ഥിരം പർച്ചേസിങ് ഏരിയ എന്ന് പറഞ്ഞത്. ഇവിടെ ഒരുപാട് പേര് ലോക്കൽസ് താമസിക്കുന്ന ഏരിയ. അതെ, പക്ഷെ ഭയങ്കര ഒരു അതിശയം തോന്നിയെന്ന് വെച്ചാൽ ഫുള്ള് തമിഴാ. കടകളൊക്കെ ഫുള്ള് റോഡിലേക്ക് ഇറങ്ങിയിട്ടുള്ള രീതിയിലാണോ. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നല്ല ഫ്രഷ് ആയിട്ടുള്ള വെജിറ്റബിൾസ് ഉണ്ട് അല്ലേ? ആണ് കണ്ടിട്ട്. അപ്പോൾ നമ്മളിത് പർച്ചേസിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് നമ്മുടെ വണ്ടിയുടെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ആൾറെഡി നമ്മുടെ ചേട്ടന്മാർ അതിൻ്റെ പരിപാടികളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. രാഹുലേട്ടനാണെങ്കിൽ നേരത്തെ കാലത്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയ സമയത്ത് മെട്രോയിൽ പോയിട്ട് കട്ടിങ് പരിപാടി കണ്ടില്ലേ? ബേസിക് ആയിട്ടുള്ള ഉള്ളി, ബാക്കി ഐറ്റംസ്, കറിക്ക് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഒക്കെ രാവിലെ ആൾറെഡി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു കുക്കിംഗ് സെറ്റപ്പാണ്. 5 ലിറ്ററിന്റെ ഒരു സ്റ്റോവ് ഉണ്ടല്ലേ, അതേപോലെ തന്നെ സ്റ്റോവും ഗ്യാസ് സ്റ്റോവും. അവിടെ ചോറ് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ തുറന്നപ്പോൾ നമ്മൾ കണ്ടു. അതെ, പിന്നെന്താ പറയുന്നത് വെച്ചാൽ ചിക്കൻ കഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇനി ഞങ്ങൾ വരുന്ന പ്രമാണിച്ച് വമ്പൻ വിഭവങ്ങളാണ്. ചിക്കൻ കറിയാണ് രാഹുലേട്ടൻ്റെ വക സ്പെഷ്യൽ ചിക്കൻ കറി അല്ലേ രാഹുലേട്ടാ? അത് തന്നെ 2 കിലോ ചിക്കൻ ഉണ്ട്. ആർഭാടമായിട്ട് കഴിക്കാന്ന് പറഞ്ഞത്. തുടങ്ങിയ പരിപാടിയല്ല. പിന്നെ തൊട്ടപ്പുറത്തെ വണ്ടിക്കാരും ഇത് കണ്ടില്ലേ, അത് ഇറേൻ്റെ ഒരു വണ്ടിയാണ്. അവർ ശരിക്കും പറഞ്ഞാൽ ഇവിടുന്ന്, അതായത് ബാംഗ്ലൂരിൽ നിന്ന് വിജയവാഡ വിടുന്ന വണ്ടി. അവരും കുക്ക് ചെയ്തിട്ടാട്ടോ, കണ്ടില്ലേ? 90% എല്ലാവരും കുക്കിംഗ് ആണല്ലോ, ഓൺ കുക്കിംഗ് പ്രോസസ്. നമ്മളെല്ലാം കുക്ക് ചെയ്യുന്നുണ്ട്, ആ വണ്ടിക്കാർ എല്ലാ ദിവസവും കുക്ക് ചെയ്യുന്നുണ്ട്. ഇത് 2 കാര്യമല്ലേ, പൈസ മാത്രമല്ല ഹെൽത്തിനും അല്ലേ, നല്ല ഭക്ഷണം കഴിക്കാലോ. കൊള്ളത്തില്ലാത്ത ഭക്ഷണമാണ്. നീ കഴിച്ചിട്ട് പറ്റാത്ത അവിടെ പോയി നോക്കുമ്പോഴേ അറിയത്തുള്ളൂ അവരെന്തൊക്കെയാ കാണിക്കുന്നത്. പിന്നെ ടേസ്റ്റും നമ്മുടെ ഒരു ടേസ്റ്റ് അല്ലല്ലോ അല്ലേ, അതും മാറ്റണ്ടല്ലോ. നിങ്ങൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്ത് തൊട്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തു കുക്കിംഗ്? നമ്മൾ സ്റ്റാർട്ട് ചെയ്ത തൊട്ടേ കുക്കിംഗ് ഉണ്ട്. മറ്റൊരു ചെയ്യുന്നുണ്ടോ? ആ വണ്ടി ചെയ്യുന്നില്ല, അവരെ മടിയന്മാരാ. എന്തോ അങ്ങ് ഒഴുക്കി. ആശാൻ അതെ ചോറ് തുറന്നിട്ടുണ്ട്. കണ്ട ഈ ചോറായിക്കൊണ്ടിരിക്കുകയാണ്. തിളച്ചിട്ട് പിന്നെ വേറെ സംഭവം എന്താ വെച്ചാലേ, ഇത് കണ്ടില്ലേ, എല്ലാ മസാല ഐറ്റംസും കറക്റ്റ് കുപ്പിയിലാക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇവര് വേസ്റ്റ് ആണെങ്കിൽ പോലും കണ്ടില്ലേ, കറക്റ്റ് ഒരു ബോക്സിൽ അറേഞ്ച് ചെയ്ത് വെക്കുകയാണ്. ഇവിടെ അതെങ്ങനെയായാലും കുറച്ച് അരിയുന്ന മറ്റേ തോല് വിളിക്കുന്ന വീട്ടിൽ കുറച്ച് പാരിപ്പോകും, ഉള്ളിത്തോലല്ലേ അടിച്ചു വരും. അപ്പോൾ കണ്ടേ പാത്രം ഐറ്റംസ് ഒക്കെ ഇത് അതിനകത്തുണ്ട്. അരി ആ ചാക്കിനകത്തുണ്ട്. അരിയാനുള്ളതൊക്കെ കണ്ടില്ലേ, ഫുൾ പ്ലാൻഡ് ആണ് അല്ലേ? ഇവരെ 2 പേരും അല്ലാതെ വേറൊരാൾ ഇവിടെ ചുറ്റിപ്പറ്റി നടക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ക്യാമറയുടെ മുന്നിൽ വരാൻ ഇത്തിരി പ്രശ്നമാണ്. അതാണ് പ്രശ്നം, അതാണ് മെയിൻ പ്രശ്നം. അപ്പോൾ എന്തായാലും ഒരു 10:00 കൂടി ഇതിൻ്റെ പരിപാടികളൊക്കെ തീർത്ത്, ഇവർ ഫുഡിൻ്റെ പരിപാടിയൊക്കെ തീർത്ത് ഉറങ്ങാനുള്ള പരിപാടികൾ ചെയ്യും. പിന്നെ നമ്മൾ ഇവിടുന്ന് പോയ ഗ്യാപ്പിൽ ഒരു 3-4 വണ്ടി കൂടി വന്നിട്ടില്ലേ പോലെ. ഈ വണ്ടീൻ്റെ ബോഡി ശ്രദ്ധിച്ചോ? SMG ശ്രീനാഥ് മോട്ടോ ഗ്യാരേജ് എന്ന് പറഞ്ഞാൽ അതിന് ബോഡീൻ്റെ കട്ടിയൊക്കെ ആണെങ്കിൽ നല്ല കട്ടിയാ, കണ്ടറിയില്ലേ? എനിക്ക് പക്ഷേ എൻ്റെ ഫ്രണ്ട് സൈഡ് ശ്രദ്ധിച്ചോ, MGയുടെ ഡിസൈനാണ് ഏകദേശം. ഉദയ്പൂരോ ഗ്ലൈഡറിന്റെ ഡിസൈനാണ്. വല്ലാത്തൊരു ബോഡിയില്ലേ. B6 അല്ലേ? B6 ആണോ? മേ ബി അറിയില്ല. ഈ ഫ്രണ്ട് ഉണ്ടല്ലേ, B6 ആയിരിക്കണം. അപ്പുറത്തൊക്കെ ഒന്നും അറിയാം. നമുക്ക് എന്തായാലും തൊട്ടപ്പുറത്ത് 2-3 വണ്ടി. B6 അല്ല, BS4 ആണ്. ഓക്കെ, കണ്ടില്ലേ നമ്മ ഇറയുടെ തൊട്ട് സൈഡിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ചേട്ടന്മാരെ കുക്ക് ചെയ്ത് കഴിക്കുന്നത്. ഐറെങ്കിൽ IRA ആണ്. RKK ട്രാവൽസിൻ്റെ ഒരു വണ്ടി വന്നു, KBSൻ്റെ ഒരു വണ്ടി വന്നു, പിന്നെ അവിടെ ഒരു വണ്ടി കൂടെ ഉണ്ട് കേട്ടോ. ഇത് നല്ല രസമുണ്ട് കേട്ടോ, ഒരു റെഡ് കാണാൻ വേണ്ടിയിട്ട്. ആനയുണ്ട് നടുവിൽ. അതെ, നല്ല രസമുണ്ട് ഈ ഒരു ഡിസൈൻ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ വണ്ടീൻ്റെ എമർജൻസി എക്സിറ്റിൻ്റെ ആ ഒരു ഡോറും കൂടെ തുറന്നു വെച്ചിട്ടുണ്ട്. എന്താ വെച്ചാൽ ഇവർക്ക് ക്ലീൻ ചെയ്യാനൊക്കെ സുഖം, അതിലങ്ങോട്ട് ക്ലീൻ ചെയ്യാല്ലേ നിങ്ങളെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ, ഇത് ബിലവനാർ ആയിരിക്കണം. ഇതുണ്ടല്ലേ KBS ട്രാവൽസ്. തൊട്ടപ്പുറത്ത് യോളോ ബസിൻ്റെ ഒരു വണ്ടി കൂടെ ഉണ്ട്, കണ്ടില്ലേ? ഈ വണ്ടിയുടെ ഡിസൈനും ഫസ്റ്റ് കണ്ട വണ്ടിയുടെ ഡിസൈനും ഏകദേശം പച്ചല്ലേ, പക്ഷെ അതിൽ ബ്ലാക്ക് കയറിയിട്ടുണ്ട്. ബ്ലാക്ക് ഉണ്ടല്ലേ, അത് നല്ല രസമുണ്ട് കേട്ടോ, ആ ബ്ലാക്ക് ഇങ്ങനെ കയറി കാണാൻ വേണ്ടിയിട്ട്. നമുക്ക് എന്തായാലും ആ ചേട്ടന്മാരെയും കൂടെ ഒന്ന് പരിചയപ്പെടല്ലേ. അവർ
കാര്യമായിട്ട് കുക്കിംഗ്. അതെ, നമ്മൾ തൊട്ടപ്പുറത്തെ കണ്ടില്ലേ ഹൈലൈറ്റ്, അവിടെ നിന്ന് ഇങ്ങോട്ട് നമ്മൾ കാണിച്ചായിരുന്നു നേരത്തെ. ഹായ്, കുക്കിങ്ങിലാണ്. नाम क्या है? नाम नवीन कुमार। नवीन कुमार। आपका क्रांति बाबू। क्या? क्रांति क्रांति വെറൈറ്റി നെയിം. ബീട്രൂട്ടും സവോളയും ഇവര് കുറച്ച് കിട്ടുള്ളൊരു കറി ഉണ്ടാക്കണം. വെജ് ആണല്ലേ? വെജ് പ്യൂർ വെജ് കറി. എന്തായാലും കുറച്ച് ഗ്രാൻഡ് പരിപാടി കേട്ടോ. കേട്ടോ, ഉരുളക്കിഴങ്ങ്, സവാള, ഉള്ളി, ഒനിയൻ കാര്യങ്ങൾ. പിന്നെ ഇവിടെ ഇത് കുക്കിംഗ് ഇതൊരു കറുത്ത ഇതാ മറ്റേ ഇതിന്റെ അതെ, ഫ്ലെയിമിന്റെ മേലെ തന്നെ വരുന്ന ആ ഒരു ടൈപ്പാണ്. കണ്ടില്ലേ, ഇതാണ് ഇവരുടെ ഒരു കുക്കിംഗ് പരിപാടി. നമുക്ക് വണ്ടിയുടെ ഇന്റീരിയർ കൂടി ഒന്ന് കാണിക്കാം. ഗാഡിക്ക് അന്തർ ജാത്ത പ്രോബ്ലം നെയ്യനാ. അപ്പോൾ കണ്ടില്ല വെച്ചാൽ പറയാം, ഇത് ഐറ ട്രാവൽസ് എന്നാട്ടോ. നമ്മൾ ചോദിച്ചപ്പോൾ ഐറ ട്രാവൽസ് എന്ന് പറഞ്ഞു. നമ്മൾ ഞാൻ ഇറ എന്നാണ് തുടക്കത്തിൽ പറഞ്ഞത്, ഐറ ട്രാവൽസ് ആണ്. ഇന്റീരിയറിലേക്ക് കിടക്കുമ്പോൾ ഇത് ഭാരത് ബെൻസ് അല്ലേ? ഭാരത് ബെൻസിന്റെ വണ്ടിയാണ്. കണ്ടില്ലേ, പ്രകാശ് ബോഡി സെയിം ആണ്. സെയിം നോട്ട് ഡിഫറൻസ്. ഇവിടെ അല്ല, ഇവിടെ ശ്രദ്ധിച്ചോ? അതല്ലടാ, ഇവിടെ ശ്രദ്ധിച്ചോ ഈ സ്റ്റെപ്പ്? അതായത് ഇവിടെ ഒരു ലാൻഡിങ് ഉണ്ട്, മറ്റേത് ഇത്ര സ്പേസ് ഇല്ല. പ്ലാറ്റ്ഫോമിന് ഉയരം കൂടുതലാണ്. അതെയോ? അപ്പോൾ ഇതാണ് ഒരു ഓവറോൾ ഇന്റീരിയർ. അതായത് കളർ തീമിൽ കാര്യങ്ങളൊക്കെ മാറ്റുണ്ട്. മറ്റേ ഹൈലൈറ്റിന്റെ വീഡിയോയിൽ വന്ന് പറഞ്ഞിട്ടില്ലേ, ഈ മെറ്റീരിയൽ അത് നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതെ 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 അതെ, ഇത് വേറെ തീമില്ല. യെസ്, ബാക്കി സബ് കുച്ച് സെയിം ഹേ. ബാഹറാവു ബൈ. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ ട്രാവൽസ്. മോനെ, എന്തായി നമ്മുടെ ഫുഡ് റെഡി അല്ലേ? നമുക്ക് തിന്നാനുള്ള പണിയല്ലേ ഉള്ളൂ. അതെ, കിടിലൻ ചിക്കൻ കറി, ചോറ്, ചിക്കൻ കറി, ഇതെല്ലാം ഇവിടെ സെറ്റ് ആക്കിയിട്ട്. അതായത് നമ്മൾ 5 പേരാണ്, 5 പേർക്കുള്ള ഫുഡ് ഇവിടെ റെഡി ആക്കി മാറ്റി വെച്ചിട്ടില്ല. നാരങ്ങ അച്ചാറും സാലഡൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ചോറ്, ചിക്കൻ കറി, സൈഡിലായിട്ട് അച്ചാർ കാണാം, പിന്നെ സലാഡും കൂടെ. കണ്ടില്ലേ, 5 പേർക്കുള്ള ഫുഡ്. ഇതേ കുക്കുമാർ 2 പേര് ഇവിടെ മാറിയിട്ടുണ്ട്. മാട്ടഞ്ചാട്ടൻ ക്യാമറ കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഒരു പറയലാണ്. അതെ, ഇടയ്ക്ക് കഴിക്ക്, ടേസ്റ്റ് നോക്കിയിട്ട് അതും കൂടി പറയാൻ നമുക്ക്. എടുത്തോളൂ, സ്റ്റാർട്ട് ചെയ്യാം. എടുത്തോളൂ, ടേസ്റ്റ് ചെയ്തിട്ട് പറയാം എങ്ങനെ ഉണ്ടെന്ന് പറയാം. മാട്ടഞ്ചാട്ടൻ സ്റ്റാർട്ട് ആക്ഷൻ ക്യാമറ എന്നൊക്കെ പറയും. അഡ്വാൻസ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. മച്ചന്മാരെ, എനിക്കിത് കണ്ടിട്ട് പിടിച്ചിക്കാൻ പറ്റില്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. നമ്മളെ ഫുഡ് കഴിക്കലും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഐറ ട്രാവൽസിന്റെ അടുത്ത് വന്നിരിക്കുകയാണ്. എന്തിനാണ് അവർ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, പക്ഷെ എന്നാലും അവരെന്താ കഴിക്കണമെന്ന് അറിയണല്ലോ. ഇവിടെ എന്ന് പറഞ്ഞാൽ പരസ്പര ഷെയറിംഗ് ആണ്. ഇപ്പൊ അവർക്ക് നമ്മൾ ഉണ്ടാക്കിയ ചിക്കൻ കറീനെ കുറച്ച് അവർക്ക് ഷെയർ ചെയ്തു. പക്ഷെ നമുക്ക് എന്താ വെച്ചാൽ അവരുടെ ഫുഡിന് ഒരു കൗതുകം അല്ലേ? അതെ, എന്താണ് അവർ കഴിക്കുന്നത്. അതെ, ഇപ്പോൾ നേരത്തെ നമ്മൾ ബീട്രൂട്ടും ക്യാരറ്റൊക്കെ അരിയുന്നുണ്ടായിരുന്നു. അതെ, അപ്പൊ അത് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ളൊരു തോരനാണിത്. ബീട്രൂട്ട്, പിന്നെ ക്യാരറ്റ്, പിന്നെ ആലു എന്ന് പറഞ്ഞ സംഭവം കൂടി ഉണ്ടെന്ന് പറഞ്ഞു. കിഴങ്ങാണ് ആലു. കിഴങ്ങാണ് ഇത്. മറ്റേത് പച്ചരിച്ചോറല്ലേ? പച്ചരിച്ചോറാണ് ഇത്. മറ്റേ എന്താ പറയാ, തൈര് സാധനം എന്ന് പറഞ്ഞ സാധനം തോന്നുന്നത്. ഞാൻ നേരത്തെ ചോദിച്ച പുള്ളി മിൽക്ക് എന്ന് പറയേണ്ടത്. അതിലെ തൈരാണോ എന്ന് ചോദിച്ചപ്പോ ആ തൈര് എന്ന് പറയേണ്ട അടുത്ത്. തൈര് വെച്ചിട്ട് കറി ഉണ്ടാക്കാൻ സുഖമാണല്ലോ. എന്തായാലും ഇതാണ് ഇവരുടെ മോരുകറി. പ്യൂർ വെജ് ഫുഡായിരുന്നു. നമ്മൾ നോണാക്കി മാറ്റിയിട്ടുണ്ട്, കുറച്ച് ചിക്കൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പുള്ളി വീഡിയോ എടുത്തോ നമ്മളാണ് മാറിക്കാന്ന് പറഞ്ഞ് പോയതാണ്. പറയണ പകുതി മനസ്സിലാവുള്ളൂ, തെലുങ്കാണ്. പിന്നെ മച്ചന്മാരെ, നമ്മൾ വീഡിയോയുടെ തുടക്കത്തിൽ ആ വണ്ടിയുടെ ചടീനെ പറ്റി തുടക്കത്തിൽ പറഞ്ഞായിരുന്നു. അത് വേറെ ഒന്നും കൊണ്ടല്ല അല്ലേ? അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 4-5 ദിവസം കൊണ്ട് ഓടി എത്തിയത് കൊണ്ടാണ്. എവിടുന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാനിൽ നിന്ന് വന്ന വണ്ടിയാണ്. അപ്പോൾ ഇത് കണ്ടാ പോരല്ലോ, ഇതിനപ്പുറം എന്നില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. 4 ദിവസം കൊണ്ട് ഓടി വരുന്ന വണ്ടിയാട്ടോ. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര വണ്ടികളുണ്ട്, അപ്പോൾ ഇത് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ. 100 വണ്ടിയില്ല. 100 വണ്ടിയില്ല. ചെറിയ ടീമല്ല, നമുക്ക് അവരെ പറ്റി അറിയില്ലായിരുന്നു. വട്ടോ ടീമാണ് മച്ചാന്മാരെ, കണ്ടില്ലേ? അപ്പോൾ ചേട്ടൻ്റെ ക്ലീനിങ് പരിപാടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛന്മാരെ, നമ്മൾ നേരത്തെ ഒരു ബിഫോർ ആൻഡ് ആഫ്റ്റർ കാണിച്ചു തരാമെന്ന് പറഞ്ഞായിരുന്നു. അതായത് വണ്ടീൻ്റെ ഇൻറ്റീരിയർ ട്രിപ്പ് കഴിഞ്ഞ ഉടനെയും അത് കഴിഞ്ഞ് ചെറിയ, അതായത് ക്ലീനിങ് കഴിഞ്ഞ ശേഷം അല്ലേ? അതെ. അപ്പോൾ അതിൻ്റെ വിഷ്വൽ ഭംഗിയാണ് നിങ്ങളിപ്പോൾ ചുറ്റോറം കാണാൻ പോകുന്നത്. തിരിക്കൂ. അതായത് പറഞ്ഞ പോലെ വർക്ക്, അതായത് നമ്മുടെ ചുമചേട്ടൻ ഫുള്ള് വർക്കും തീർത്തിരിക്കുകയാണ്. കണ്ടില്ലേ? ശരിക്കും പറഞ്ഞാൽ വളരെ ചുരുങ്ങിയ സമയം കൊണ്ടാണ് പുള്ളി ഇത് മൊത്തം ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നത്. പൊടിയൊക്കെ തട്ടി ബെഡ്ഷീറ്റൊക്കെ മാറ്റി. ഇവർക്ക് പെട്ടെന്ന് ചെയ്യാവുന്നുള്ളൂ, കാരണം ഡെയിലി ചെയ്യുന്ന പരിപാടിയല്ലേ. ഡെയിലി ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ആവുമല്ലോ. അതെ, അപ്പോൾ അതിൻ്റെ ഭംഗിയാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ തന്നെ അറിയാം. കാരണം വണ്ടി ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോൾ എന്ന് പറഞ്ഞാൽ മൊത്തം അലങ്കോലമായിട്ട് ബെഡ്ഷീറ്റൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആയിട്ട്
അതെല്ലാം മാറ്റി ക്ലീൻ നേരെ ഇപ്പൊ സത്യം പറഞ്ഞാൽ 10-11 മണി ആയിട്ടുള്ളൂ. അപ്പോഴേക്കും കാര്യങ്ങളൊക്കെ ചെയ്തു. ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു ഭാഗത്ത് വണ്ടിയുടെ കാര്യങ്ങളും കംപ്ലീറ്റ്. ഇനിയിപ്പോൾ പുറത്ത് വാഷിംഗ് ഉണ്ട്, അത് കഴിഞ്ഞിട്ട് ഒരു വിശ്രമിക്കും. അതെ, 2 ഡ്രൈവർമാരും കിടന്നുറങ്ങും, പുള്ളി ഇവിടെ ക്ലീൻ ചെയ്യും, അങ്ങനെ നടക്കും. അതെ. അപ്പോൾ മച്ചന്മാരെ, ഇത്രയാണ് നമ്മുടെ ഈ ഒരു വീഡിയോ. ശരി, ട്രാവൽ വീഡിയോ എന്നുള്ള രീതിയിൽ തുടങ്ങിയിട്ട് ഇതും ഒരു ഡ്രൈവർ ലൈഫ്, അതായത് ഡ്രൈവർ ലൈഫ് അല്ല, വണ്ടി ആയിട്ട് ബന്ധപ്പെട്ട് വണ്ടിപ്പണിക്കാരുടെ ലൈഫ് വരെ കടന്നു കയറി നമ്മള്. അതെ. അപ്പോൾ ഇതൊന്ന് കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു. അത് നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യും, വിഷ്വലിലൂടെ നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. നല്ല ഭക്ഷണമായിരുന്നു കേട്ടോ, അല്ലേ? അത് ഒരു വേറെ ഫീലാണ്. കാരണം ഇതൊക്കെ ഓരോ അനുഭവങ്ങളാണ്. നല്ല ഇപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നല്ല നല്ല അനുഭവങ്ങളായിട്ടാണ് നമ്മളിതൊക്കെ കാണുന്നത്. കാരണം ഇവരുടെ കൂടെ നമ്മൾ തന്നെ പച്ചക്കറി ചിക്കനൊക്കെ ഇവരുടെ കൂടെ വാങ്ങി കുക്ക് ചെയ്യുന്നതിൽ പിന്നെ അധികം ഹെൽപ്പ് ചെയ്യാൻ അവർ സമ്മതിച്ചിട്ടില്ല. അവർ തന്നെയാണ് എല്ലാ പരിപാടിയും. എന്താ പറയുക, ഇതൊക്കെ ഒരു എല്ലാവരോടും പറഞ്ഞ എക്സ്പീരിയൻസ് ആണ്. ഇതൊക്കെ കാണാൻ പറ്റിയതും അനുഭവിക്കാൻ പറ്റിയതും സന്തോഷം. അതെ, തീർച്ചയായിട്ടും. സോ മച്ച്. ഈ ഒരു വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നും നോക്കണം, ബെല്ലൈക്കൻ അടിച്ചങ്ങോട്ട് പിടിക്കില്ലേ മല്ലേ? മാത്രമല്ല ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് കയറി വെക്കുക, എന്തായാലും ഫോളോ ചെയ്തേക്കുക. സോ മച്ച്. ദിസ് ഈസ് ടൈഗൂൺ സൈനിങ് ഓഫ് ഫ്രം ഹൈലൈറ്റ് റോഡ് ലിങ്ക്സ്.